അമേരിക്ക ആക്രമിച്ചാൽ ഇസ്രായേലിനെ തിരിച്ചടിക്കുമെന്ന് ഇറാൻ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. വളരെ എളുപ്പത്തിൽ അറേബ്യൻ മേഖലയിൽ നിന്ന് തങ്ങളെ ആക്രമിക്കാമെന്നാണ് അമേരിക്ക കരുതുന്നത്. എന്നാൽ തിരിച്ചടി ഉണ്ടാവുക അറേബ്യൻ മേഖലയ്ക്കായിരിക്കില്ല, പകരം ഇസ്രായേൽ തന്നെയായിരിക്കും. ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായിരിക്കുന്ന മേഖലകളും ഏരിയകളും കൃത്യമായ രീതിയിൽ തങ്ങൾക്കറിയാമെന്നും 180-ലധികം മിസൈലുകൾ വിട്ടത് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കാണിക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അവകാശവാദം കൂടി ഇറാൻ ഇതിനോടനുബന്ധിച്ച് തന്നെ പറഞ്ഞിരിക്കുകയാണ്. ബൈഡൻ്റെ കാലഘട്ടത്തിൽ തന്നെ തങ്ങളെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു, അത് നടന്നിട്ടില്ല. ഇനിയിപ്പോൾ ട്രംപാണ് ശ്രമം നടത്തുന്നതെങ്കിൽ അതും പരാജയത്തിൽ മാത്രമേ കലാശിക്കുകയുള്ളൂ. തങ്ങളെ നേരെ ആക്രമണം നടത്തുന്ന ഏതൊരു രാജ്യത്തിനും കനത്ത തിരിച്ചടി നൽകുക എന്നുള്ളത് തങ്ങളുടെ നയനിലപാടിൻ്റെ ഭാഗമാണ്. അത് തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളൊരു മുന്നറിയിപ്പാണ് അമേരിക്ക നൽകിയിരിക്കുന്നത്. യമനും ഇറാനും നേരെ ആക്രമണം നടത്തുക എന്നുള്ളതിൻ്റെ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ചെങ്കടൽ തീരത്തൊക്കെ വലിയ രീതിയിലുള്ള ആയുധ വിന്യാസം അമേരിക്ക നടത്തുന്നത്. ഇതെല്ലാം തങ്ങളുടെ ലക്ഷ്യത്തിലുള്ളതാണ് എന്നുള്ളതും സർവ്വ മേഖലയിലും ആക്രമിക്കുന്നതിൻ്റെ ആദ്യപടി എന്ന നിലക്ക് ഇസ്രായേലിൽ തങ്ങളത് ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് നേരെ തിരിയുക എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയതോടുകൂടി യഥാർത്ഥത്തിൽ അമേരിക്ക ആകെ ആശങ്കയിലായിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടാണ് അവിടെ നിന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.